എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തെള്ളിയൂർ വൃശ്ചിക വാണിഭം കാണാനാണ്. കാർഷിക സംസ്കാരത്തിൻ്റെയും കീഴാള നവോത്ഥാനത്തിൻ്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് തെള്ളിയൂർ വാണിഭം. പത്തനംതിട്ട വെണ്ണിക്കുളത്തിനും തടിയൂരിനും ഇടയിൽ തെള്ളിയൂർ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റും വൃശ്ചികം 1 മുതൽ 15 ദിവസം വാണിഭം പൊടിപൊടിക്കും. പല നാട്ടിൽ നിന്നും വന്ന കച്ചവടക്കാരോട് നമുക്ക് വിലപേശി സാധനങ്ങൾ വാങ്ങിക്കാം. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അതിനെക്കാട്ടിൽ കാർഷിക ഉപകരണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രിയം ഉണക്ക സ്രാവിനാണ്. സ്രാവ് വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്രാവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വേറെ എവിടെ പോയാലും കിട്ടില്ലെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം പതുക്കെ കാണാം. ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിക്കാം. നല്ല കമ്മലുകൾ, ഏറ്റവും കൂടുതൽ കമ്മൽ കളക്ഷൻ ഉണ്ടായിരുന്നു. 20 രൂപ മുതൽ 30, 40 അങ്ങനെ മുകളിലോട്ട്. അതുപോലെ ഓരോ സാധനങ്ങൾക്കും നല്ല വിലക്കുറവായിരുന്നു. എല്ലാത്തിനും മീഡിയമായിട്ടുള്ള റേഞ്ചിലുള്ള വിലയൊക്കെ തന്നെയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. നല്ല ഡിസൈനിലുള്ള മൺപാത്രങ്ങളും കറിച്ചട്ടികളും പിന്നെ ഭരണികൾ, എന്ത് ഭംഗിയുള്ള ഭരണികളാണ്. നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഉപ്പിട്ട് വെക്കാനും അച്ചാറിട്ട് വെക്കാനും മാങ്ങയൊക്കെ ഉപ്പിട്ട് വെക്കാനൊക്കെ ഭരണികൾ നല്ലതാണ്. അതുപോലെ ഗ്ലാസ്സുകൾ, നല്ല അടിപൊളി വെറൈറ്റി ഗ്ലാസ്സുകൾ, ഓരോ വിലയിലെ ഗ്ലാസ്സുകൾ എല്ലാം കണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് പോകാം. ചെരുപ്പ്, ബാഗ്, അങ്ങനെ എല്ലാ സാധനങ്ങളും. തുണിയൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ല വിലക്കുറവായിരുന്നു. ഞാൻ കൊച്ചിന് 100 രൂപയുടെ 4 കുഞ്ഞ് ടീഷർട്ടും 100 രൂപയുടെ 4 പാൻറ്റും ഒക്കെ എടുത്ത് 100 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുമായിരുന്നു. നല്ല വിലക്കുറവുണ്ട് എല്ലാ സാധനങ്ങളും. അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. വിവിധ തരത്തിലുള്ള കത്തികൾ, ഷേപ്പിൽ, അങ്ങനെ കത്തികൾ ഒരുപാട് കണ്ട്. അതുപോലെ കോടാലി, തൂമ്പ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്നതും ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്നതുമായിട്ടുള്ള സാധനങ്ങളായിരുന്നു അവിടുത്തെ മൊത്തം. ഇതെല്ലാം കണ്ട് നമുക്ക് പതിയെ നടക്കാം. അതുപോലെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. ഓരോ സാധനത്തിനും എല്ലാം വാങ്ങിച്ച് കണ്ട് നമുക്ക് പതുക്കെ നടന്ന് മുന്നോട്ട് പോകാം. സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് വരെ തുടങ്ങുന്നതാണ് പറഞ്ഞു. 7 മണിക്ക് തുടങ്ങിയ രാത്രി 10 മണി വരെ കാണും. തിരക്കനുസരിച്ച് 10 ഇല്ലെങ്കിൽ 8, 9 മണിക്ക് കാണുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ കുറേ ചെടിച്ചട്ടികളും ചെടികളും പിന്നെ വിത്തുകളും എന്തോ വേണം എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒരു ട്രെയിന്, ഊഞ്ഞാല്, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സാധനം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ സാധനമായിട്ടുള്ള സ്രാവ്, ഉണക്ക സ്രാവ്, അതാണ് തെള്ളിയൂർ വാണിഭത്തിൽ ഏറ്റവും പ്രിയം എല്ലാവർക്കും.
പല സ്ഥലത്തു നിന്നും ആൾക്കാരും ഈ ഉണക്കസ്രാവ് വാങ്ങിക്കാൻ തന്നെ ഇവിടെ വരും. ഇവിടുത്തെ ഉണക്കസ്രാവ് നല്ല ഫ്രഷാണ് സാധനം. അതുപോലെ നല്ല ഉണക്കമീനുകളും ഉണ്ട്. കൊഞ്ചൊക്കെ നല്ലതാണ്. അപ്പം ഞങ്ങൾ ഉണക്കസ്രാവ് വാങ്ങിക്കാൻ തന്നെയാണ് ഇവിടെ പോയത്. അപ്പം കിലോയ്ക്ക് 300 മുതൽ 500 വരെയായിരുന്നു. അപ്പം ഞങ്ങൾ 1/2 കിലോ വാങ്ങിച്ചു. ഇതുപോലെ നല്ല ഫ്രഷ് സ്രാവ് എവിടെ പോയാലും കിട്ടത്തില്ലെന്ന്, എവിടെ തപ്പിയാലും കിട്ടത്തില്ല. അപ്പൊ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് ഈ സമയത്ത് വൃശ്ചികത്തിലെ ഈ വാണിപ്പത്ത് തന്നെ ഇവിടെ സ്രാവ് വാങ്ങിക്കാൻ എത്തും എല്ലാവരും. അതുപോലെ വൃശ്ചികം 1 മുതൽ 15 വരെയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നവംബർ 16 തുടങ്ങിയതാണ്. 27 തീയതി വരെ ഉണ്ട്. അപ്പം എല്ലാവരും പോവുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇവിടെ നല്ല കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ നല്ല ഓട്ടോ സൗകര്യമുണ്ട് വന്നു പോകുന്നവർക്ക്. പിന്നെ നല്ല വൃത്തിയാണ് ഇവിടുത്തെ സ്ഥലം. അപ്പം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. പോകുന്ന വേസ്റ്റൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇടാതെ വേസ്റ്റ് ബോക്സിൽ തന്നെ ഇട്ട് നല്ല രീതിക്ക് പോയി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.